ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ എക്വേരിയസിന് വേണ്ടിയിട്ട് ജൂലൈ ടു ഡിസംബറുടെ 6 months റീഡിംഗ് ആണ് ചെയ്യാൻ പോണത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. ഇതിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കരിയർ ആൻഡ് റിലേഷൻഷിപ്പ് രണ്ടും കവർ ആവും. നിങ്ങളുടെ ലൈഫിൽ നെക്സ്റ്റ് 6 months എന്താണ് മേജർ എനർജി ഷിഫ്റ്റ്സ് ഉണ്ടാവാൻ പോണേ, അതാണ് നമ്മൾ നോക്കാൻ പോണേ ഇവിടെ. അപ്പോൾ നിങ്ങൾ ഇത് വരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യുക. ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എപ്പോഴും നോട്ടിഫിക്കേഷൻസ് കിട്ടും. യൂട്യൂബ് നിങ്ങൾക്ക് നോട്ടിഫൈ ചെയ്യും. ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ അക്വേരിയസ് ഇവിടെ ഞാൻ ഫസ്റ്റ് കാർഡ് ഇവിടെ ഡെത്ത് ആണ്, സ്കോർപ്പിയോ എനർജിയാണ് അത്. അപ്പോൾ നെക്സ്റ്റ് 6 months നിങ്ങൾക്ക് വേണ്ടിയിട്ട് വലിയ ട്രാൻസ്ഫോർമേഷൻ, വലിയ ചേഞ്ചസ് ഉള്ള സമയമാണ്. ഇത് ട്രാൻസ്ഫോർമേഷൻ എന്ന് വെച്ചാൽ എക്സ്റ്റേർണൽ ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കാം, ഇല്ല വെച്ചാൽ ഇന്റേർണൽ ട്രാൻസ്ഫോർമേഷനും ആവാം. ഇതൊരു പെർസ്പെക്റ്റീവ് ചേഞ്ച് ആവാം. നിങ്ങളുടെ എന്തോ ഒരു പെർസ്പെക്റ്റീവ് മേ ബി കംപ്ലീറ്റ്ലി ചേഞ്ച് ആവണ എനർജി ആയിരിക്കാം ഇത്. അതല്ല വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു പുതിയ ബിഗിനിങ് മാതിരി ഒരു എനർജി, നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു എൻഡിങ് എന്നൊരു പുതിയ ബിഗിനിങ് വരാൻ പോകുന്നുണ്ട്. അപ്പോൾ വലിയ ചേഞ്ചസ് വരാൻ പോകുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ നെക്സ്റ്റ് 6 months. ഇത് എന്താണ് എക്സാക്ട്ലി എന്ന് നമ്മൾക്ക് ക്ലാരിഫൈ ചെയ്യുമ്പോൾ നമ്മൾക്ക് അറിയും. ഈ ചേഞ്ചസ് വരണത് നിങ്ങളെ കുറെ ഒരു ഫോർവേഡ് മൂവ്മെന്റ് എനർജിയിലാണ് ഇടുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ കുറെ സക്സസ് ഉണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്, കുറെ ഫോർവേഡ് മൂവ്മെന്റ് ഉണ്ട്, കുറെ ചോയ്സസ് ഉണ്ട്. പക്ഷെ ഈ ചോയ്സസ് ഒക്കെ നിങ്ങൾക്ക് മുമ്പോട്ടാണ് കൊണ്ടുപോണേ ലൈഫിൽ. ട്രാവൽ ഞാൻ ഇവിടെ കുറെ കാണുന്നുണ്ട്. അപ്പോൾ മേ ബി നെക്സ്റ്റ് 6 months നിങ്ങൾ ട്രാവൽ ചെയ്യാൻ പ്ലാൻ ഉണ്ടാവും, ഇല്ല വെച്ചാൽ വർക്ക് റിലേറ്റഡ് ട്രാവൽ ആയിരിക്കാം. ലാസ്റ്റ് കാർഡ് ഇവിടെ ഡെവിൽ ആണ്, കാപ്രിക്കോൺ എനർജി. ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോഴും ടോക്സിക് സിറ്റുവേഷൻസിൽ വെച്ചാൽ ടോക്സിക് ആൾക്കാർ മേ ബി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാം. ചിലപ്പോൾ അതാണ് ഇൻഡിക്കേറ്റ് ചെയ്യണത്. മേ ബി നിങ്ങളുടെ ലൈഫിൽ ചില ടോക്സിക് ആൾക്കാരുണ്ട്, ഇല്ല ടോക്സിക് സിറ്റുവേഷനിൽ നിങ്ങൾ ഇൻവോൾവ് ആണ്. അങ്ങനെ ഒരു എനർജി ഞാൻ ഇവിടെ കാണുന്നുണ്ട്. നമ്മൾ അഗൈൻ ഇത് ക്ലാരിഫൈ ചെയ്ത് നോക്കാം, എന്താണ് നിങ്ങളുടെ ലൈഫിൽ ആ ടോക്സിക് എലിമെന്റ്. അപ്പോൾ ഡെത്ത്, ഇവിടെ ഡെത്ത് എനർജി എന്താണ്? സ്കോർപ്പിയോ എനർജി, അക്വേരിയസ്. അക്വേരിയസിന് വേണ്ടിയിട്ട് ഈ ചേഞ്ച് ഏത് ഏരിയ ഓഫ് ലൈഫിലാണ്? സൺ. നൈറ്റ് ഓഫ് സ്വോർഡ്സ് ആൻഡ് ഡെത്ത് ആദ്യം വന്നിരിക്കണു. 8 of swords. അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് ക്ലാരിറ്റി ആണ്. ഏറ്റവും വലിയ മെസ്സേജ് ഇവിടെ പറയണത് ക്ലാരിറ്റി. നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ ഒരു സ്റ്റാഗ്നൻ്റ് ആയി ഏതെങ്കിലും നിങ്ങളുടെ ഏരിയ ഓഫ് ലൈഫിൽ ഒരു സ്റ്റാഗ്നേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. അത് ജോലിയിലായിരിക്കാം, ബിസിനസ്സിലായിരിക്കാം, ഇല്ല വെച്ചാൽ റിലേഷൻഷിപ്പിൽ തന്നെ ആയിരിക്കാം. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങളാണ് വെച്ചാൽ അത് ചേഞ്ച് ആവാൻ പോകുന്നുണ്ട്. എന്തോ ഒരു എൻഡിങ് എന്നൊരു പുതിയ ബിഗിനിങ് വരാൻ പോകുന്നുണ്ട്. അപ്പോൾ സ്റ്റാഗ്നന്റ് സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും. നിങ്ങൾ അത്ര സ്റ്റാഗ്നന്റ് ആയി ഫീൽ ചെയ്യില്ല. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് സൊല്യൂഷൻസ് കിട്ടും, നിങ്ങൾക്ക് ഒരു വേ ഫോർവേഡ് കിട്ടും. അത് മാത്രമല്ല, ഇതൊരു സോൾമേറ്റ് കണക്ഷൻ്റെയും എനർജിയാണ്. അപ്പോൾ മേ ബി നിങ്ങൾ ഒരു പുതിയ ബിഗിനിങ്ങിലേക്കാണ് പോണത്, ഒരു സോൾമേറ്റ് കണക്ഷൻ്റെ ഡിറക്ഷനിലാണ് പോണത്. അഗൈൻ ജോബിൽ ഞാൻ കാണുന്നത് നിങ്ങളൊരു സ്റ്റാഗ്നന്റ് സിറ്റുവേഷന് പുറത്താണ് വരണത്. എക്സിസ്റ്റിംഗ് റിലേഷൻഷിപ്പിലും ഞാൻ കുറച്ചുകൂടിയും ഒരു നല്ല സമയമാണ് കാണുന്നത്. കുറെ എബണ്ടൻസ് ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ നെക്സ്റ്റ് 6 months. പക്ഷെ ആ എബണ്ടൻസ് പറയണത് ഒരു എൻഡിങ് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഈ എൻഡിങ് ചിലപ്പോൾ ഒരു ഡിഫിക്കൾട്ട് സമയമായിരിക്കാം. എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു എൻഡ് ആവുമ്പോൾ നമ്മൾക്കത് ആർക്കും ഇഷ്ടാവില്ല. ആൻഡ് നമ്മളൊരു കംഫർട്ട് സോണിന് പുറത്താണ് പോണത്. അപ്പോൾ അതും ഒരു അൺകംഫർട്ടബിൾ ഏരിയ ആയിരിക്കും, അൺകംഫർട്ടബിൾ ഫീലിംഗ് ആയിരിക്കും. പക്ഷെ ഇത് കുറെ വേഗം, ഇപ്പോൾ അത്ര ഡിലേ ഉണ്ടാവാൻ പോകുന്നില്ല. എന്ന് വെച്ചാൽ നൈറ്റ് ഓഫ് സോർഡ്സ് ഒരു ക്വിക്ക് മൂവ്മെന്റ് എനർജിയാണ്. അപ്പോൾ ഈ എനർജി കുറെ വേഗം നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്. ഈ സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ വേഗം വരാൻ പോകുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇത് ഓൾറെഡി സ്പീഡ് പിക്കപ്പ് ചെയ്തിരിക്കണു. അപ്പോൾ ഈ ചേഞ്ചസ് വരാൻ പോണത് വേഗം ഉണ്ടാവും നിങ്ങളുടെ ലൈഫിൽ. ചാരിയറ്റും സ്പീഡിന്റെ എനർജിയാണ്. ആദ്യം ഞാൻ പറഞ്ഞ മാതിരി ഇത് ട്രാവലിന്റെ എനർജിയാണ്, പക്ഷെ ഇത് സക്സസിന്റെ എനർജിയും കൂടിയാണ്.
ടു ഓഫ് വാൻസ് ഉണ്ട് ഇവിടെ, 10 ഓഫ് വാൻസ് ഉണ്ട്, 7 ഓഫ് വാൻസ് ഉണ്ട്, ആൻഡ് 2 ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ പ്ലാൻ ചെയ്ത എല്ലാം കാര്യങ്ങൾ വേഗം വേഗം ഇപ്പോൾ മുമ്പോട്ട് പോകും. എന്ന് വെച്ചാൽ 2 ഓഫ് വാൻസ് പ്ലാനിങ് ആൻഡ് സ്ട്രാറ്റജൈസിങ് എനർജിയാണ്. അപ്പോൾ നിങ്ങൾ ഇതിന്റെ മുമ്പ് എന്തെങ്കിലും പ്ലാൻ ഇട്ടുണ്ടാവും നിങ്ങളുടെ കരിയറിന് വേണ്ടിയിട്ട്, റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട്. അത് അങ്ങനെ തന്നെ പ്രോഗ്രസ് ചെയ്യാൻ പോകുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ അതിന്റെ സ്പീഡ്, ഞാൻ പറഞ്ഞ മാതിരി കാര്യങ്ങൾ ഇപ്പോൾ വേഗം വേഗം ഉണ്ടാവാൻ തുടങ്ങും. 10 ഓഫ് വാൻസ് ഒരു എൻഡ് ഓഫ് ഒരു ഡിഫിക്കൾട്ട് സമയത്തിന്റെ എൻഡാണ് ഇൻഡിക്കേറ്റ് ചെയ്യണത്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ ഉണ്ടായ ഡിഫിക്കൾട്ട് സമയം, ബാഗേജ് നിങ്ങൾ ക്യാരി ചെയ്യണത്, പാസ്റ്റിന്റെ ബാഗേജ്, പിന്നെ റെസ്പോൺസിബിലിറ്റീസ്, അതൊക്കെ ഇപ്പോൾ തീരാൻ പോകുന്നുണ്ട്. ഇപ്പോൾ ഒരു ന്യൂ ബിഗിനിങ് വരാൻ പോകുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ചില ബ്ലോക്കേജസ് ഇപ്പോഴും ഉണ്ട് നെക്സ്റ്റ് 6 months. അത് മേ ബി കുറെ നിങ്ങൾ ബിസി സമയമായിരിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട്. കുറെ കാര്യങ്ങൾ ഒരുമിച്ച് ആവുമ്പോൾ ടൈം, എനർജി, എഫേർട്ട്, അതൊക്കെ ഒരു ബാലൻസിന്റെ ആവശ്യമുണ്ട്. അത് ചിലപ്പോൾ ഉണ്ടാവില്ല. എന്നുവെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സമയം ചിലപ്പോൾ കൂടുതൽ സമയം ബിസിനസ്സിൽ പോവും, ജോലിയിൽ പോവും, കൂടുതൽ സമയം മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിരിക്കും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതൊരു ഇംബാലൻസ് ഉണ്ടാവാൻ വഴിയുണ്ട്. പക്ഷെ അതല്ലാണ്ട് എല്ലാം ഞാൻ പറഞ്ഞ മാതിരി ഇപ്പോൾ എല്ലാം കാര്യങ്ങൾ വേഗം വേഗം ആവുമ്പോൾ, ഒരുമിച്ച് എല്ലാം വരുമ്പോൾ കുറച്ച് നമ്മൾക്ക് സമയം കിട്ടാൻ പറഞ്ഞ സമയത്തിന്റെ പ്രശ്നമായിരിക്കാം. അപ്പൊ അതാണ് ഈ 2 ഓഫ് പെൻറ്റിക്കിൾസ് ഇവിടെ ഞാൻ കാണുന്നത്. അപ്പൊ ഈ ഡെവിൽ, ഞാൻ പറഞ്ഞ മാതിരി എന്താണ് ഈ ടോക്സിക് എനർജി, ഇല്ല ഇതൊരു ടോക്സിക് പേഴ്സൺ ആയിരിക്കാം നിങ്ങളുടെ ലൈഫിൽ. 3 ഓഫ് വാൻസ് ആണ് ഇവിടെ, ഏസ് ഓഫ് പെൻറ്റിക്കിൾസ്, ഫൂൾ ആൻഡ് 4 ഓഫ് swords. അപ്പൊ 3 ഓഫ് വാൻസ് എന്തോ ഒരു വെയിറ്റിംഗ് എനർജിയാണ്. ഓക്കെ, ഇവിടെ ഞാൻ കാണുന്നത് നിങ്ങൾ ആർക്കോ വേണ്ടിയിട്ട് വെയിറ്റ് ആണ് ചെയ്യണത്. ആൻഡ് നിങ്ങൾക്ക് ആ വെയിറ്റിംഗ് പീരിയഡ് ഈ 6 months തീരും. എന്നുവെച്ചാൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണ കാര്യം വേഗം വരാൻ പോകുന്നുണ്ട്. ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് ഒരു സ്റ്റേബിൾ ന്യൂ ബിഗിനിങ് ആണ്. പക്ഷെ ഇവിടെ ഒരു ഫൂൾ എനർജിന്റെ 4 ഓഫ് swordsന്റെ കൂടെ. അപ്പൊ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ടോക്സിക് സിറ്റുവേഷൻ, റിലേഷൻഷിപ്പ്, ഇല്ലാച്ചാ ഒരു ടോക്സിക് അൺഹെൽതി ഹാബിറ്റ് ആയിരിക്കാം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെച്ചാൽ നിങ്ങൾ അത് വിട്ടിട്ട് ഒരു പുതിയ ബിഗിനിങ്ങിലേക്കാണ് പോണേ. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഇത് ഹെൽത്തിന്റെ കാര്യമായിരിക്കാം. മേ ബി നിങ്ങളുടെ ഹെൽത്തിനെ അത്ര ശ്രദ്ധിക്കില്ല. കുറെ മെന്റൽ സ്ട്രെസ് ഉണ്ടാവാൻ വഴിയുണ്ട്. കുറെ അങ്ങനത്തെ പറഞ്ഞ സ്ട്രെസ്ഫുൾ വർക്ക് സിറ്റുവേഷൻ ആണ് വെച്ചാൽ കുറച്ച് ഇവിടെ നിങ്ങൾക്ക് സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. എന്ന് വെച്ചാൽ ഹെൽത്ത് ചിലപ്പോൾ ചെറിയ ചെറിയ എയിൽമെന്റ്സ് ഉണ്ടാവാൻ വഴിയുണ്ട്. പക്ഷെ ഇവിടെ ഞാൻ കുറെ എക്സൈറ്റിംഗ് ന്യൂ ബിഗിനിങ്സ് ആണ് കാണുന്നത്. ട്രാവൽ അഗൈൻ ഇവിടെ ഫോക്കസിലാണ്. ഫൂൾ ഒരു ട്രാവലിന്റെ എനർജിയാണ്. അപ്പോൾ കുറെ സ്റ്റെബിലിറ്റി വരാൻ പോകുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. പക്ഷെ ഔട്ട്കം നമ്മൾക്ക് നോക്കാം എന്താണ് നെക്സ്റ്റ് 6 months ഔട്ട്കം ഹൈറോഫാന്റ് ആണ്, ടോറസ് എനർജി. ലവേഴ്സ് സോൾമേറ്റ് കണക്ഷൻ ആണ്, ജെമിനൈ എനർജി. ആൻഡ് കിങ് ഓഫ് കപ്സ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സിംഗിൾ ആണ് വെച്ചാൽ എസ്പെഷ്യലി നിങ്ങളുടെ ലൈഫിൽ ഒരു സോൾമേറ്റ് വേഗം വരാൻ പോകുന്നുണ്ട്. എന്ന് വെച്ചാൽ വീൽ ഓഫ് ഫോർച്യൂൺ ഇൻഡിക്കേറ്റ് ചെയ്യണത് എന്താ വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ ഒരു സോൾമേറ്റ് വരണ ഇൻഡിക്കേഷൻ ആണ്. ആ സമയം ആയിരിക്കണം. ഇപ്പോൾ ഡെസ്റ്റിനി നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ സോൾമേറ്റ് കൊണ്ടുവരാൻ പോകുന്നുണ്ട്. നിങ്ങൾ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിലാണ് വെച്ചാൽ അഗൈൻ ഈ സോൾമേറ്റ് ഒരു ലവർ തന്നെ ആവണം എന്നില്ല. ഒരു ഫ്രണ്ട് ആയിരിക്കാം, ഒരു സിബ്ലിംഗ് മാതിരി ഒരു എനർജി ആവാം. പക്ഷെ ഡെഫിനറ്റ്ലി ഒരു വെരി ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വേഗം വരാൻ പോകുന്നുണ്ട്. ഇപ്പോൾ ഇത് ഒരു സ്കോർപിയോ പേഴ്സൺ ആയിരിക്കാം, ഇല്ല വാട്ടർ സൈൻ, പൈസീസ്, ക്യാൻസർ, സ്കോർപിയോ ആയിരിക്കാം. അതല്ലാണ്ട് ഇവിടെ ടോറസ് ആൻഡ് ജെമിനൈ എനർജിയും ഞാൻ കാണുന്നുണ്ട്. അതല്ലാണ്ട് നിങ്ങളുടെ ലൈഫിൽ കുറെ ഗുഡ് ലക്കും വരാൻ പോകുന്നുണ്ട്. എന്ന് വെച്ചാൽ വീൽ ഓഫ് ഫോർച്യൂൺ ഒരു ഗുഡ് ലക്കിന്റെ എനർജി കൂടിയാണ്. കോസ്മോസ് ഇവിടെ കുറെ സ്പിരിച്വാലിറ്റിയുടെ എനർജിയാണ്, ഡിവൈൻ ടൈമിങ്ങിന്റെ എനർജിയാണ്. ടവർ ഒരു എൻഡിങ് ആൻഡ് ഒരു പുതിയ ബിഗിനിങ്ങിന്റെ എനർജിയാണ്. അപ്പൊ എന്തോ നിങ്ങൾ റീബിൽഡ് ചെയ്യുന്നുണ്ട്. 0 to 100 ഇപ്പോ ഞാൻ പറഞ്ഞ മാതിരി എന്തോ എൻഡ് ചെയ്തിട്ട് ഒരു പുതിയ ബിഗിനിങ്, അത് ഞാൻ ഇവിടെ ഡെഫിനറ്റ് ആയി കാണുന്നുണ്ട്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ മേ ബി ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും എൻഡ് ചെയ്യുന്നുണ്ടാവുക, ഒരു
ജോബ് സിറ്റുവേഷൻ ആയിരിക്കാം. പക്ഷേ മോസ്റ്റ്ലി ഇതൊരു റിലേഷൻഷിപ്പ് വൈബാണ് എനിക്ക് കിട്ടുന്നത്. ലവേഴ്സ് ഇവിടെ സോൾമേറ്റ് കണക്ഷൻ ആണ്. പക്ഷെ ഗുഡ് ന്യൂസ് എന്താ വെച്ചാൽ നിങ്ങൾ ഒരു സോൾമേറ്റിനെ വേഗം മീറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. ആൻഡ് നിങ്ങൾ ഒരു റിലേഷൻഷിപ്പ് എൻഡ് ചെയ്തിട്ടുണ്ട് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ റിലേഷൻഷിപ്പ് വേഗം വരാൻ പോകുന്നുണ്ട്. ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മെസ്സേജ് അക്വേരിയസ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ ചെയ്യാം. പേഴ്സണൽ റീഡിംഗ് പെയ്ഡ് റീഡിങ്സ് ആണ്. പക്ഷെ അത് നിങ്ങളുടെ എനർജി കുറച്ചാണ്, അപ്പോൾ കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഇമെയിൽ ചെയ്യുക. ഇല്ല വെബ്സൈറ്റിൽ പോയിട്ട് വാട്സാപ്പ് ചാറ്റ് അയക്കുന്നുണ്ട്, ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യണ്ടേ കൂടെ. ആൻഡ് ഈ വീഡിയോനെ ലൈക്ക് ചെയ്യുക, ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കമൻറ്റ് സെക്ഷനിൽ ഇതെങ്ങനെ റെസൊനേറ്റ് ചെയ്തു എന്ന് പറയുക. ആൻഡ് ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്നിട്ട്. ദെൻ ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്.